എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമിസ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. സോഷ്യൽ ഗ്രൂപ്പ് വിശദീകരിക്കുക, അതിൻ്റെ സവിശേഷതകൾ എഴുതുക എന്താണ് ക്വസ്റ്റ്യൻ. സോഷ്യൽ ഗ്രൂപ്പ് എന്നത് പരസ്പരം ഇടപഴകുകയും പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. അംഗങ്ങൾ തമ്മിൽ സാമൂഹിക ബന്ധവും സഹകരണവും ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? സോഷ്യൽ ഗ്രൂപ്പ് എന്നത് പരസ്പരം ഇടപഴകുകയും പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സോഷ്യൽ ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ്. രണ്ടോ അതിലധികമോ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അംഗങ്ങൾ തമ്മിൽ പരസ്പര ഇടപെടൽ ഉണ്ടായിരിക്കും. പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. സഹകരണവും ഐക്യബോധവും ഉണ്ടായിരിക്കും. ഗ്രൂപ്പിന് പൊതുവായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഓരോ അംഗത്തിനും ഗ്രൂപ്പിൽ പ്രത്യേക സ്ഥാനവും പങ്കും ഉണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ എഴുതേണ്ടത്? സോഷ്യൽ ഗ്രൂപ്പ് എന്താണെന്ന് എഴുതണം. എന്നിട്ട് സോഷ്യൽ ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ് എഴുതേണ്ടത്. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് എന്താണ്? പരസ്പരം ഇടപഴകുകയും പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും പങ്കിടുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ കൂട്ടായ്മയാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോഷ്യൽ ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ്: രണ്ടോ അതിലധികമോ അംഗങ്ങൾ ഉണ്ടായിരിക്കും. അംഗങ്ങൾ തമ്മിൽ പരസ്പര ഇടപെടൽ ഉണ്ടായിരിക്കും. പൊതുവായ ലക്ഷ്യങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിരിക്കും. സഹകരണവും ഐക്യബോധവും ഉണ്ടായിരിക്കും. ഗ്രൂപ്പിന് പൊതുവായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഓരോ അംഗത്തിനും ഗ്രൂപ്പിൽ പ്രത്യേക സ്ഥാനവും പങ്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ വരെയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്. അതായത് സോഷ്യൽ ഗ്രൂപ്പിനെ വർഗീകരണത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ ഗ്രൂപ്പുകളെ പല രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെയാണ്? പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നിങ്ങനെയായിട്ട് വർഗീകരിച്ചിട്ടുണ്ട്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അടുത്ത വ്യക്തിബന്ധങ്ങൾ ഉള്ള ചെറിയ ഗ്രൂപ്പാണ്. അതായത് അടുത്ത വ്യക്തിബന്ധങ്ങൾ ഉള്ള ചെറിയ ഗ്രൂപ്പിനെയാണ് പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് കുടുംബം, സുഹൃത്തുക്കൾ. അപ്പോൾ കുടുംബം, സുഹൃത്തുക്കളാണ് എന്തിനുദാഹരണം? പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണം. അടുത്ത ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. ഔപചാരികവും കേന്ദ്രീകൃതവുമായിട്ടുള്ള വലിയ ഗ്രൂപ്പാണ്. ഉദാഹരണം സ്കൂൾ, ഓഫീസാണ് അതിനായിട്ടുള്ള ഉദാഹരണം. അപ്പോൾ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ്? ഔപചാരികവും കേന്ദ്രീകൃതവുമായ വലിയ ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സ്കൂൾ, ഓഫീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തി അംഗമായിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഉദാഹരണം സ്വന്തം ക്ലാസ്, സ്വന്തം കുടുംബം. അപ്പം വ്യക്തി അംഗമായിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഔട്ട് ഗ്രൂപ്പ്. വ്യക്തി അംഗമല്ലാത്ത ഗ്രൂപ്പിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്വന്തം സ്കൂൾ എന്നുള്ളത്, സ്വന്തം ക്ലാസ്, സ്വന്തം കുടുംബം എന്നുള്ളത് ഇൻ ഗ്രൂപ്പിനും മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്നുള്ളത് ഔട്ട് ഗ്രൂപ്പിനും ഉദാഹരണമാണ്. വ്യക്തി അംഗമല്ലാത്ത ഗ്രൂപ്പിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ബാങ്ക്, സർക്കാർ, ഓഫീസാണ് ഇതിന് ഉദാഹരണം. അടുത്തതാണ് ഇൻഫോർമൽ ഗ്രൂപ്പ്. സൗഹൃദത്തിൻ്റെയും വ്യക്തിബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഗ്രൂപ്പാണ്. ഉദാഹരണം സുഹൃത്തുക്കളുടെ കൂട്ടം. അപ്പം എന്തൊക്കെയാണ്? സൗഹൃദത്തിൻ്റെയും വ്യക്തിബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഗ്രൂപ്പിനെയാണ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനുദാഹരണമാണ് സുഹൃത്തുക്കളുടെ കൂട്ടം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സോഷ്യൽ ഗ്രൂപ്പിന്റെ വർഗീകരണം. അതായത് എക്സ്പ്ലെയിൻ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇപ്പോൾ സോഷ്യൽ ഗ്രൂപ്പിനെ 6 വർഗീകരിച്ചിട്ടുണ്ട്. പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, ഫോർമൽ ഗ്രൂപ്പ്, ഇൻഫോർമൽ ഗ്രൂപ്പ്.
അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചെറിയ ഗ്രൂപ്പാണ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് വലിയ ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അടുത്ത വ്യക്തിബന്ധങ്ങളുണ്ട്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഔപചാരിക ബന്ധങ്ങളാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്നുള്ളത് വികാരപരമായ ബന്ധമുണ്ട്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലക്ഷ്യ കേന്ദ്രീകൃതമാണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായ ബന്ധം. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് താൽക്കാലികമായോ ആവശ്യാനുസൃതമായോ ഉള്ള ബന്ധമാണ്. പ്രൈമറി ഗ്രൂപ്പിനുള്ള ഉദാഹരണമാണ് കുടുംബം, സുഹൃത്തുക്കൾ. സെക്കൻഡറി ഗ്രൂപ്പിനുള്ള ഉദാഹരണമാണ് സ്കൂൾ, ഓഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പാണ്, സെക്കൻഡറി ഗ്രൂപ്പ് വലിയ ഗ്രൂപ്പാണ്. പ്രൈമറി ഗ്രൂപ്പ് അടുത്ത വ്യക്തിബന്ധങ്ങളാണ്, സെക്കൻഡറി ഗ്രൂപ്പ് ഔപചാരിക ബന്ധങ്ങളാണ്. പ്രൈമറി ഗ്രൂപ്പ് വികാരപരമായ ബന്ധമുണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ് ലക്ഷ്യ കേന്ദ്രീകൃതമാണ്. പ്രൈമറി ഗ്രൂപ്പ് സ്ഥിരമായ ബന്ധം, സെക്കൻഡറി ഗ്രൂപ്പ് താൽക്കാലികമായോ ആവശ്യാനുസൃതമായോ ഉള്ള ബന്ധമാണ്. പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമാണ് കുടുംബം, സുഹൃത്തുക്കൾ. സെക്കൻഡറി ഗ്രൂപ്പിന് ഉദാഹരണമാണ് സ്കൂൾ, ഓഫീസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കമ്പയർ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ്. ഇൻ ഗ്രൂപ്പും ഔട്ട് ഗ്രൂപ്പും താരതമ്യം ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യന്. ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യക്തി അംഗമായിരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഇൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യക്തി അംഗമല്ലാത്ത ഗ്രൂപ്പിനെയാണ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇൻ ഗ്രൂപ്പിന് നമ്മുടെ ഗ്രൂപ്പ് എന്ന ബോധമുണ്ടാകും. ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഗ്രൂപ്പ് എന്ന ബോധമുണ്ടാകും. ഇൻ ഗ്രൂപ്പിൽ ഐക്യവും സഹകരണവും കൂടുതലായിരിക്കും. ഔട്ട് ഗ്രൂപ്പിൽ അകൽച്ചയോ മത്സരമോ കൂടുതൽ ഉണ്ടായേക്കാം. ഇൻ ഗ്രൂപ്പിന് ഉദാഹരണമാണ് സ്വന്തം കുടുംബം, സ്വന്തം ക്ലാസ്. ഔട്ട് ഗ്രൂപ്പിന് ഉദാഹരണമാണ് മറ്റൊരു കുടുംബം, മറ്റൊരു ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ഫോർമൽ ഗ്രൂപ്പ് ആൻഡ് ഇൻഫോർമൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്. ഫോർമൽ ഗ്രൂപ്പും ഇൻഫോർമൽ ഗ്രൂപ്പും എന്താണ്? ഫോർമൽ ഗ്രൂപ്പ് എന്നത് നിശ്ചിത നിയമങ്ങളും ചട്ടങ്ങളും അടിസ്ഥാനമാക്കി രൂപീകരിച്ച ഗ്രൂപ്പാണ്. ഉദാഹരണം സ്കൂൾ, ഓഫീസ്, ബാങ്ക് എന്നുള്ളതാണ്. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഔപചാരിക നിയമങ്ങളില്ലാത്ത സൗഹൃദത്തിന്റെയും വ്യക്തിബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന ഗ്രൂപ്പാണ്. ഉദാഹരണം സുഹൃത്തുക്കളുടെ കൂട്ടം, അയൽവാസികളുടെ കൂട്ടം. ഇതാണ് ഫോർമൽ ഗ്രൂപ്പും ഇൻഫോർമൽ ഗ്രൂപ്പ്. എന്താണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിശ്ചിത നിയമങ്ങളും ചട്ടങ്ങളും അടിസ്ഥാനമാക്കി രൂപീകരിച്ച ഗ്രൂപ്പാണ്. ഇൻഫോർമൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഔപചാരിക നിയമങ്ങളില്ലാതെ സൗഹൃദത്തിന്റെയും വ്യക്തിബന്ധങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് തിരശ്ചീന ഗ്രൂപ്പ് എന്താണ്, ലംബ ഗ്രൂപ്പ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തിരശ്ചീന ഗ്രൂപ്പ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ സാമൂഹിക പദവിയോ സ്ഥാനമോ ഉള്ള വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഗ്രൂപ്പിനെയാണ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഒരേ സാമൂഹിക പദവിയോ സ്ഥാനമോ ഉള്ള വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഗ്രൂപ്പാണ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്. ഇതിന് ഉദാഹരണമാണ് ഒരു ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ, ഒരേ പദവിയിലുള്ള ജീവനക്കാർ. വെർട്ടിക്കൽ ഗ്രൂപ്പ് ലംബ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വ്യത്യസ്ത സാമൂഹിക പദവികളും അധികാര നിലകളും ഉള്ള ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഗ്രൂപ്പിനെയാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലംബ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പം എന്താണ്, വ്യത്യസ്ത സാമൂഹിക പദവികളും അധികാര നിലകളും ഉള്ള ആളുകൾ ചേർന്ന് രൂപീകരിക്കുന്ന ഗ്രൂപ്പിനെയാണ് വെർട്ടിക്കൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലംബ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഒരു സ്കൂളിലെ പ്രിൻസിപ്പൽ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നുള്ളത് എന്നിവരുടെ ഗ്രൂപ്പാണ് അതിനുള്ള ഉദാഹരണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ റെഫറൻസ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. റെഫറൻസ് ഗ്രൂപ്പ് വിശദീകരിച്ച് അതിൻ്റെ സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റെഫറൻസ് ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി തൻ്റെ പെരുമാറ്റം, മൂല്യങ്ങൾ, മനോഭാവം, ജീവിതശൈലി എന്നിവ വിലയിരുത്താനോ രൂപപ്പെടുത്താനോ മാതൃകയാക്കുന്ന ഗ്രൂപ്പാണ്. റെഫറൻസ് ഗ്രൂപ്പ് എന്നത് ഒരു വ്യക്തി തൻ്റെ പെരുമാറ്റം, മൂല്യങ്ങൾ, മനോഭാവം, ജീവിതശൈലി എന്നിവ വിലയിരുത്താനോ രൂപപ്പെടുത്താനോ മാതൃകയാക്കുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പിന്റെ സവിശേഷതകളാണ് അടുത്തത് പറയുന്നത്. വ്യക്തിയുടെ പെരുമാറ്റത്തെയും മനോഭാവത്തെയും സ്വാധീനിക്കുന്നു. വ്യക്തിക്ക് ആ ഗ്രൂപ്പിൽ അംഗമാകേണ്ടത് നിർബന്ധമില്ല. ജീവിത ലക്ഷ്യങ്ങളും മൂല്യങ്ങളും രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. വ്യക്തിയെ പ്രചോദിപ്പിക്കുകയും സാമൂഹിക പുരോഗതിക്ക് സഹായിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ റെഫറൻസ് ഗ്രൂപ്പിന് ഉദാഹരണമാണ് IAS ഉദ്യോഗസ്ഥരെ മാതൃകയാക്കുന്ന വിദ്യാർത്ഥി. അങ്ങനെയുള്ള ഇതാണ് ഇതിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. അപ്പോൾ റെഫറൻസ് ഗ്രൂപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി തൻ്റെ പെരുമാറ്റം, മൂല്യങ്ങൾ, ജീവിതശൈലി എന്നിവ വിലയിരുത്താനോ രൂപപ്പെടുത്താനോ മാതൃകയാക്കുന്ന ഗ്രൂപ്പാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് 4 യൂണിറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് സോഷ്യൽ കൺട്രോൾ എന്താണെന്ന് വിശദീകരിച്ചിട്ട് അതിൻ്റെ സവിശേഷതകൾ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സോഷ്യൽ കൺട്രോൾ എന്ന് എഴുതണം, പിന്നെ അതിൻ്റെ സവിശേഷതകൾ എഴുതാണ് വേണ്ടത്. അപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ കൺട്രോൾ എന്നത് സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ സാമൂഹിക നിയമങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ എന്നിവ അനുസരിച്ച് നിയന്ത്രിക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ സോഷ്യൽ കൺട്രോൾ എന്നത് സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ സാമൂഹിക നിയമങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ എന്നിവ അനുസരിച്ച് നിയന്ത്രിക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സവിശേഷതകളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു, വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു, സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളും പാലിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു, സാമൂഹിക വ്യതിചലനങ്ങൾ കുറയ്ക്കുന്നു, ഔപചാരികവും അനൗപചാരികവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പം ഇതിൻ്റെ സവിശേഷതകളാണ് സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തും, വ്യക്തികളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു, സാമൂഹിക നിയമങ്ങളും മൂല്യങ്ങളും പാലിക്കാൻ സഹായിക്കുന്നു, സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു, സാമൂഹിക വ്യതിചലനങ്ങൾ കുറയ്ക്കുന്നു, ഔപചാരികവും അനൗപചാരികവുമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതാണ് സോഷ്യൽ കൺട്രോളിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിലെ അംഗങ്ങളുടെ പെരുമാറ്റത്തെ സാമൂഹിക നിയമങ്ങൾ, മൂല്യങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ എന്നിവ അനുസരിച്ച് നിയന്ത്രിക്കുകയും ശരിയായ വഴിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻസികളെ കുറിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 ഏജൻസികളാണുള്ളത്. ഔപചാരിക ഏജൻസികൾ, അതായത് ഫോർമൽ ഏജൻസികളും അതേപോലെ തന്നെ ഇൻഫോർമൽ ഏജൻസിയാണുള്ളത്. ഔപചാരിക ഏജൻസി അതേപോലെ തന്നെ അനൗപചാരിക ഏജൻസികളാണുള്ളത്. അപ്പോൾ അടുത്തത് ഫസ്റ്റ് പറയാൻ പോകുന്നത് ഔപചാരിക ഏജൻസികളെ കുറിച്ചാണ്. അതായത് ഫോർമൽ ഏജൻസീസ് ആണ്. അതായത് ഇവ നിയമങ്ങളും ചട്ടങ്ങളും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളാണ് ഫോർമൽ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളെയാണ് നമ്മൾ ഫോർമൽ ഏജൻസി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഗവൺമെൻറ്, പോലീസ്, കോർട്ട്, പ്രിസൺ. ഇതൊക്കെയാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. അപ്പം ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. പോലീസ് നിയമം പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കുന്നു. കോടതി കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുന്നു. പ്രിസൺ, ജയിൽ കുറ്റവാളികളെ തിരുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഔപചാരിക ഏജൻസിക്ക് ഉദാഹരണമാണ് ഗവൺമെൻറ്, പോലീസ്, കോടതി, ജയിൽ. അപ്പോൾ സർക്കാർ എന്താണ് ചെയ്യുന്നത്? നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. പോലീസ് നിയമം പാലിക്കപ്പെടുന്നെന്ന് ഉറപ്പാക്കുന്നു. കോടതി കുറ്റവാളികളെ ശിക്ഷ നൽകുന്നു. ജയിൽ കുറ്റവാളികളെ തിരുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് അനൗപചാരിക ഏജൻസികളാണ്. അനൗപചാരിക ഏജൻസി എന്ന് പറഞ്ഞാൽ ആചാരങ്ങൾക്കും മൂല്യങ്ങളും എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് അനൗപചാരിക ഏജൻസികൾ എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ഫാമിലി, സ്കൂൾ, റിലീജിയൻ, സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ മാധ്യമങ്ങൾ. കുടുംബം, വിദ്യാലയം, മതം, സുഹൃത്തുക്കൾ, മാധ്യമങ്ങളാണ് ഇതിനുള്ള ഉദാഹരണം. അപ്പോൾ കുടുംബം എന്താണ് ചെയ്യുന്നത്? നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നു. വിദ്യാലയം അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും വളർത്തുന്നു. മതം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുന്നു. സുഹൃത്തുക്കൾ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. മാധ്യമങ്ങൾ സാമൂഹിക ബോധവൽക്കരണം നടത്തുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ദി ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അതായത് സോഷ്യൽ കൺട്രോൾ ഏജൻസികളെ കുറിച്ച് വിശദീകരിക്കാൻ പറയുമ്പോൾ എഴുതേണ്ടത് ഔപചാരിക ഏജൻസി, അതായത് ഫോർമൽ ഏജൻസീസ് ഉണ്ട്, അനൗപചാരിക ഏജൻസീസ്, ഇൻഫോർമൽ ഏജൻസീസും ഉണ്ട്. എന്നിട്ട് ഫോർമൽ ഏജൻസിയിലുള്ളത് ആരൊക്കെയാണ്? പോലീസ്, അതേപോലെ തന്നെ കോടതി, ജയിൽ, ആ കാര്യങ്ങൾ എഴുതുക. അതേപോലെ തന്നെ അനൗപചാരിക ഏജൻസി, ഇൻഫോർമൽ ഏജൻസിയിൽ സ്കൂള്, അതേപോലെ തന്നെ മതം, സുഹൃത്തുക്കൾ, മാധ്യമങ്ങൾ എന്നിവയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. ഫോർമൽ സോഷ്യൽ കൺട്രോളും ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. അതായത് ഔപചാരിക ഏജൻസികളും അനൗപചാരിക ഏജൻസികളും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്, എന്നാലും ഒന്നും കൂടെ പറയാണ്.
ഫോർമൽ സോഷ്യൽ കൺട്രോൾ ഔപചാരിക ഏജൻസികൾ എന്ന് പറഞ്ഞാൽ നിയമങ്ങളും ചട്ടങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. അനൗപചാരിക ഏജൻസികൾ ആചാരങ്ങളും പതിവുകളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. ഔപചാരിക ഏജൻസികൾ എന്താണ്? ഉദാഹരണമാണ് സർക്കാർ, പോലീസ്, കോടതി എന്നിവ. അതേപോലെ തന്നെ അനൗപചാരിക ഏജൻസികൾക്ക് ഉദാഹരണമാണ് കുടുംബം, മതം, സുഹൃത്തുക്കൾ, വിദ്യാലയം എന്നിവ. ഔപചാരിക ഏജൻസി നിയമലംഘനത്തിന് ഔദ്യോഗിക ശിക്ഷ ലഭിക്കും. അനൗപചാരിക ആണെങ്കിൽ എന്താണ്? ഉപദേശം, വിമർശനം എന്നിവയിലൂടെ നിയന്ത്രിക്കുന്നു. ഔപചാരിക ഏജൻസികൾ എന്താണ്? ഔദ്യോഗിക സ്വഭാവമുള്ളതാണ്. അനൗപചാരിക ഏജൻസികൾക്ക് അനൗപചാരിക സ്വഭാവമുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് ഔപചാരിക ഏജൻസി, അതായത് ഫോർമൽ സോഷ്യൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇൻ സൊസൈറ്റി. സോഷ്യൽ കൺട്രോളിൻ്റെ പ്രാധാന്യം, അതായത് സമൂഹത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുതാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ സവിശേഷതകൾ, സോഷ്യൽ കൺട്രോളിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ തന്നെയാണ് ഇതിൽ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ്? സമൂഹത്തിൽ സമവും ക്രമവും നിലനിർത്തുന്നു, കുറ്റകൃത്യങ്ങളും സാമൂഹിക വ്യതിചലനങ്ങളും കുറയ്ക്കുന്നു, സാമൂഹിക ഐക്യവും സഹകരണവും വളർത്തുന്നു, നിയമങ്ങളും സാമൂഹിക മാനദണ്ഡങ്ങളും പാലിക്കാൻ സഹായിക്കുന്നു, വ്യക്തികളിൽ ഉത്തരവാദിത്ത ബോധം വളർത്തുന്നു, സമൂഹത്തിന്റെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പാക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ഇൻ സൊസൈറ്റി. ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എഴുതേണ്ടത്. അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ, അതായത് ടോക്ക് 4 യൂണിറ്റ് 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തത് യൂണിറ്റ് 3 പോവാം. യൂണിറ്റ് 3 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ സോഷ്യൽ കൺഫോമിറ്റി. സോഷ്യൽ കൺഫോമിറ്റി എന്താണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹം, അപ്പോൾ ആദ്യം സോഷ്യൽ കൺഫോമിറ്റി എന്താണെന്ന് എഴുതണം. സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത്. സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അതേപോലെ അധ്യാപകരെ ബഹുമാനിക്കുക, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക. ഇതാണ് ഇതിനുള്ള ഉദാഹരണങ്ങൾ. സോഷ്യൽ കൺഫോമിറ്റിന്റെ സവിശേഷതകളാണ് സാമൂഹിക നിയമങ്ങൾ പാലിക്കുന്നു, സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു, സാമൂഹിക ഐക്യം വളർത്തുന്നു, നല്ല പൗരനായി വളരാൻ സഹായിക്കുന്നു. ഇതാണ് സോഷ്യൽ കൺഫോമിറ്റിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അധ്യാപകരെ ബഹുമാനിക്കുക, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക. സവിശേഷതകളാണ് സാമൂഹിക നിയമങ്ങൾ പാലിക്കുന്നു, സമൂഹത്തിൽ ക്രമവും സമാധാനവും നിലനിർത്തുന്നു, സാമൂഹിക ഐക്യം വളർത്തുന്നു, നല്ല പൗരനായി വളരാൻ സഹായിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ഡീവിയൻസ് ആൻഡ് ഇറ്റ്സ് കോസസ് എന്ന് പറയുന്നത്. സാമൂഹിക വ്യതിചലനം എന്തെന്ന് വിശദീകരിച്ച് അതിൻ്റെ കാരണങ്ങൾ എഴുതുക. സാമൂഹിക വ്യതിചലനം എന്നത് സമൂഹം അംഗീകരിച്ച നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമായി പെരുമാറുന്നതിനെയാണ് ഡീവിയൻസ് അല്ലെങ്കിൽ സാമൂഹിക വ്യതിചലനം എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമാണ് മോഷണം, അഴിമതി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അക്രമം എന്നിവയാണ് സോഷ്യൽ ഡീവിയൻസിനുള്ള ഉദാഹരണങ്ങൾ. സമൂഹം അംഗീകരിച്ച നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും വിരുദ്ധമായി പെരുമാറുന്നതിനെയാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം മോഷണം, അഴിമതി, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അക്രമം എന്നിവയാണ്. അപ്പോൾ സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺഫോമിറ്റി. അപ്പോൾ സോഷ്യൽ കൺഫോമിറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡീവിയൻസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മോശം കൂട്ടുകെട്ട്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഡീവിയൻസിൻ്റെ കാരണം. അതായത് സാമൂഹിക വ്യതിചലനത്തിൻ്റെ കാരണങ്ങൾ മോശം കൂട്ടുകെട്ട്, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോഷ്യൽ കൺഫോമിറ്റി ആൻഡ് ഡീവിയൻസ്. സോഷ്യൽ കൺഫോമിറ്റിയും ഡീവിയൻസും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത് സാമൂഹിക നിയമങ്ങൾ പാലിക്കുന്നു. ഡീവിയൻസ് എന്ന് പറയുന്നത് സാമൂഹിക നിയമങ്ങൾ ലംഘിക്കുന്നതിനെയാണ് ഡീവിയൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ കൺഫോമിറ്റി എന്ന് പറയുന്നത് സമൂഹം അംഗീകരിക്കുന്ന പെരുമാറ്റമാണ്. ഡീവിയൻസ് എന്ന് പറയുന്നത് സമൂഹം അംഗീകരിക്കാത്ത പെരുമാറ്റമാണ്. സോഷ്യൽ കൺഫോമിറ്റി ക്രമവും സമാധാനവും നിലനിർത്തുന്നു. ഡീവിയൻസ് എന്താണ്? സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. സോഷ്യൽ കൺഫോമിറ്റിക്ക്
ഉദാഹരണമാണ് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അതൊക്കെയാണ് അതിന് ഉദാഹരണം. ഡീവിയൻസ് ഉദാഹരണമാണ് മോഷണം, അക്രമം എന്നിവയാണ് ഡീവിയൻസിനുള്ള ഉദാഹരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഇമ്പാക്റ്റ് ഓഫ് ഡീവിയൻസ് ഓൺ സൊസൈറ്റി. സാമൂഹിക വ്യതിചലനത്തിൻ്റെ പ്രധാന സ്വാധീനങ്ങളെക്കുറിച്ച് വിശദീകരിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പ്രധാന സ്വാധീനങ്ങളാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, സമൂഹത്തിലെ സമാധാനവും ക്രമവും തകരുന്നു, സാമൂഹിക ഐക്യം കുറയുന്നു, നിയമങ്ങളും സാമൂഹിക നിയന്ത്രണവും ശക്തമാക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നു, ചിലപ്പോൾ സമൂഹത്തിലെ തെറ്റായ ആചാരങ്ങൾ തിരുത്തുന്നതിനും സാമൂഹിക മാറ്റങ്ങൾ വരുത്തുന്നതിനും ഡീവിയൻസ് കാരണമാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാന സ്വാധീനങ്ങൾ. അതായത് ഡീവിയൻസിൻ്റെ പ്രധാന സ്വാധീനങ്ങളാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു, സമൂഹത്തിൽ സമാധാനവും ക്രമവും തകരുന്നു, സാമൂഹിക ഐക്യം കുറയുന്നു, നിയമങ്ങളും സാമൂഹിക നിയന്ത്രണങ്ങളും ശക്തമാക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു, ചിലപ്പോൾ സമൂഹത്തിലെ തെറ്റായ ആചാരങ്ങൾ തിരുത്തുന്നതിനും സാമൂഹിക മാറ്റങ്ങൾ വരുന്നതിനും ഡീവിയൻസ് കാരണമാകാം. അപ്പോൾ ഇതാണ് എക്സ്പ്ലെയിൻ ദി ഇമ്പാക്ട് ഓഫ് ഡീവിയൻസ് ഓൺ സൊസൈറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ എഴുതേണ്ടത്. അപ്പോൾ ഇത്രയാണ് ബ്ലോക്ക് 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.